5 വർഷത്തിനപ്പുറം ഡോക്ടർമാരായി ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്ന് പടിയിറങ്ങേണ്ടിയിരുന്ന അവർ 5 പേരും ക്യാമ്പസിൽ നിന്ന് ഇനിയൊരു തിരിച്ചുവരവില്ലാതെ എന്നേക്കുമായി മടങ്ങി. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച MBBS വിദ്യാർത്ഥികളായ 5 പേർക്കും നിറകണ്ണുകളോടെയാണ് TD മെഡിക്കൽ കോളേജിലെ സഹപാഠികളും അധ്യാപകരും അടക്കമുള്ളവർ യാത്രാമൊഴിയേകിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് 5 പേരുടെയും മൃതദേഹങ്ങൾ കോളേജിലെ സെൻട്രൽ ലൈബ്രറി ഹാളിൽ പൊതുദർശനത്തിന് എത്തിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കളും മൃതദേഹത്തെ അനുഗമിച്ച് കോളേജിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വരെ ക്യാമ്പസിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാനെത്തിയപ്പോൾ സഹപാഠികളായ പലർക്കും നിയന്ത്രണം നഷ്ടമായി. പലരും വിങ്ങിപ്പൊട്ടി. ചിലർ തേങ്ങലടക്കാൻ നന്നേ പാടുപെട്ടു. മെഡിക്കൽ കോളേജിലെ പൊതുദർശന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, P. പ്രസാദ് തുടങ്ങിയവരും മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. പൊതുദർശന ചടങ്ങിനിടെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവരും വിതുമ്പി. 1.5 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ അവരവരുടെ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കി. പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെയാണ് മൃതദേഹങ്ങൾ വിദ്യാർത്ഥികളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ജബ്ബാറിന്റെ മൃതദേഹമാണ് ആദ്യം ക്യാമ്പസിൽ നിന്ന് കൊണ്ടുപോയത്. പിന്നാലെ മറ്റുള്ളവരുടെ മൃതദേഹങ്ങളും ആംബുലൻസുകളിൽ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് യാത്രയായി. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ ആദ്യ വർഷ വിദ്യാർത്ഥികളായ 5 പേരാണ് തിങ്കളാഴ്ച രാത്രി ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. കോട്ടയം പൂഞ്ഞാർ ചേന്നാട് കരിങ്ങോഴക്കല ഷാജിയുടെ മകൻ ആയുഷ് ഷാജി, പാലക്കാട് കാവ് സ്ട്രീറ്റ് ശേഖരപുരം ശ്രീവിഹാറിൽ KT ശ്രീവത്സന്റെ മകൻ ശ്രീദീപ് വത്സൻ, മലപ്പുറം കോട്ടയ്ക്കൽ ചീനമ്പുത്തൂർ ശ്രീവൈഷ്ണവത്തിൽ AN ബിനുരാജിന്റെ മകൻ B ദേവാനന്ദൻ, കണ്ണൂർ വേങ്ങര മാടായിമുട്ടം പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, ലക്ഷദ്വീപ് ആന്ത്രോത്തുദ്വീപ് സ്വദേശി P. മുഹമ്മദ് നസീറിന്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 6 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. മരിച്ചവരിൽ ശ്രീദീപ് വത്സന്റെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച വൈകിട്ട് പാലക്കാട് ചന്ദ്രനഗർ ശ്മശാനത്തിൽ നടക്കും. അതേസമയം മുഹമ്മദുമായുള്ള പരിചയത്തിന്റെ പുറത്താണ് വാഹനം ചോദിച്ചപ്പോൾ നൽകിയതെന്ന് വാഹനയുടമ പറഞ്ഞു. ഇന്നലെ 7:30 മണി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വണ്ടി ഒരെണ്ണം അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ എനിക്ക് മുഹമ്മദ്, എൻ്റെ വാപ്പയുടെ പേര് ജബ്ബാർ എന്നാണ്, മുഹമ്മദ് ജബ്ബാർ. മുഹമ്മദ് ഞാനായിട്ട് ഒരു മാസത്തിനടുത്തുള്ള ഒരു മാസമായിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ എന്നോട് ഇതുപോലെ ഇവിടെ വന്നിട്ട് രാത്രി സന്ധ്യ ആയപ്പോൾ 7:30 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഫുൾ അവധിയാണ്, അപ്പോൾ ഒന്ന് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകാനായിട്ട് വണ്ടി ഒന്ന് കയറി. ഞങ്ങൾ 6 പേരോളം ഉണ്ടിക്കുക. അത്യാവശ്യമായിട്ട് ആ കാറിൽ അത് പോകേണ്ട ആവശ്യത്തിനുള്ള ഡീസൽ ഞങ്ങൾ അടിച്ചോളാം, ഞങ്ങൾ സന്ധ്യക്ക് രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ ഉടനെ വണ്ടി എത്തിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും എനിക്ക് മോനെ ഇങ്ങനെയുള്ള പരിചയമല്ലേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടുള്ള പരിചയമില്ല, മോൻ കണ്ണൂർ താമസിക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ ഇക്കായുമായിട്ട് ഇക്കാന്ന് വിളിച്ചാൽ എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ഇക്കയുടെ നമ്പരും എൻ്റെ അടുത്ത് തന്നു. ഇക്കയുടെ ഫോൺ ഞാൻ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു. ഇക്ക തിരുവനന്തപുരത്ത് എൻജിനീയറിംഗ് പഠിക്കുന്നു. മിഷാൽ അവിടെ ഒരു ചേർത്തുള്ള പേരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇക്ക വണ്ടി അവനൊന്ന് കൊടുത്തു പിടിക്കുക, നമ്മളങ്ങനെ ഫോണിക്കൂടെയുള്ള പരിചയമുണ്ട്, അവൻ സാധാരണ വണ്ടി ഓടിക്കുന്നതിന് ആ ലൈസൻസും ഉണ്ട്, അപ്പോൾ അതും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വണ്ടി അങ്ങ് ഏൽപ്പിച്ചേക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തിരിക്കുക, ഞങ്ങളുടെ വീട്ടു വണ്ടിയൊക്കെ ഉള്ളതായിരിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ കൊടുത്തു വിട്ടതാണ്.